നമസ്കാരം. ഇത് രാജീവാണ്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് സീരീസിലെ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും വി മേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ. വ്യത്യസ്തമായ ആൾക്കാരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി ഈ ഒരു പേപ്പറിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ തന്നെ നമുക്ക് ഒരു 50 മാർക്കിന്റെ പേപ്പറാണ്. വളരെ വൃത്തിയായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ലേണിംഗ് സീരീസിൽ ഒരു വീഡിയോ ആണിത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഡെഫിനിഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്ററാണ്. അതിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ് ടോപ്പിക്. ഇതിൽ എന്താണ് അതിന്റെ കൺസെപ്റ്റ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ത്രൂ വെർബൽ ആൻഡ് നോൺ വെർബൽ മീൻസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമുക്ക് എന്തെങ്കിലും ഒരാളോടൊരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെർബലായിട്ടോ വാക്കുകൾ കൊണ്ടോ നോൺ വെർബലായിട്ടോ അവരുടെ ആംഗ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ മിക്സ് കൊണ്ടോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഒരു വൺ സൈഡഡ് അഫയർ അല്ല. ഇത് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ സംസാരിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾ ഒരു കാര്യം പറയുന്നു, മറ്റേയാൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ഇതാണല്ലോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇസ് എ ടു വേ പ്രോസസ്. എന്താണ്? നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഒപ്പീനിയൻസ്, നമ്മളുടെ ഐഡിയകൾ നമ്മൾ ഒരാളിൽ നിന്നും വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നു. അതുവഴി നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എനിക്ക് എങ്ങനെയാണോ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഇതിന് നിങ്ങൾക്ക് വെർബൽ ആയിട്ടുള്ള മെത്തേഡുകൾ, നിങ്ങൾക്ക് വാക്കുകൾ എഴുതുകയോ വായിക്കുകയോ പറയുകയോ പാടുകയോ ഒക്കെ ചെയ്യാം. നോൺ വെർബൽ ആയിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആംഗ്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചേഷ്ടകൾ, നിങ്ങളുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ, നിങ്ങളുടെ മൂവ്മെന്റ് ഓഫ് ബോഡി ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇനി പല സ്കോളേഴ്സും ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. ന്യൂമാൻ ആൻഡ് സമ്മർ പറഞ്ഞത് എന്താണ്? ഫാക്റ്റുകൾ, ന്യൂമാൻ ആൻഡ് സമ്മർ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ്, ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഇമോഷൻസ് ബൈ 2 or more പേഴ്സൺ. രണ്ടോ അതിലധികമോ ആൾക്കാർ അവരുടെ ഫാക്റ്റുകൾ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഐഡിയകൾ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഒപ്പീനിയൻസ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഇമോഷൻസ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതിനെ നമുക്ക് എന്ത് പറയാം? നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറയാം എന്നാണ് ന്യൂമാൻ പറയുന്നത്. ദെൻ ലിലാൻഡ് ബ്രോൺ പറയുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഇന്റർചേഞ്ച്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുക. ഓഫ് ഫാക്ട്, ഐഡിയാസ്, ഫീലിംഗ്സ് ആൻഡ് ആക്ഷൻസ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. കാർട്സ് ആൻഡ് കാൻ പറയുന്നത് കാർട്സ് ആൻഡ് കാൻ എന്ന് പറയുന്ന ബുക്കിൽ ആൾക്കാർ അവർ രണ്ടുപേരും പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് മീനിങ്, എസെൻസ് ഓഫ് സോഷ്യൽ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക, അതിന്റെ അർത്ഥം കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇതാണ് ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസെൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഫർമേഷൻ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, അത് കറക്റ്റായിട്ടുള്ള അർത്ഥം കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ വിചാരിച്ചതല്ല ആൾക്കാർ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ മീനിങ്ങും കൂടെ കറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഇതൊരു എസെൻഷ്യൽ സോഷ്യൽ സിസ്റ്റത്തിന്റെ എസെൻസ് ആണ്. ചെസ്റ്റർ ബർണാഡ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഒക്യുപ്പൈസ് സെൻട്രൽ പ്ലേസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ്. ഒരു കോർപ്പറേറ്റ് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറുമായിട്ടും അതിന്റെ ഇഫക്റ്റീവ്നെസ്സുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്പനി എങ്ങനെ നടത്തുന്നു എന്നുള്ളത്, ഹൗ വെൽ ദേ ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ പീപ്പിൾ ടു ഔട്ട്സൈഡേഴ്സ്, കസ്റ്റമേഴ്സ്, റെഗുലേറ്റേഴ്സ് എന്നൊക്കെയാണ്. എത്ര നന്നായിട്ട് ഒരു കമ്പനിക്ക് അതിനുള്ളിൽ ആൾക്കാരെ കൊണ്ട് പുറത്തുള്ള ആൾക്കാരോട്, ഗവൺമെന്റിനോട്, റെഗുലേറ്റേഴ്സിനോട്, മറ്റുള്ള ആൾക്കാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഒരു കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങൾ തന്നെ പലപ്പോഴും സർപ്രൈസ് ചെയ്തിട്ടുണ്ടാകാം. സംടൈംസ് യു മേ വാണ്ട് ടു പാസ് എ ഒരു മെസ്സേജ് ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എല്ലാവരും മനസ്സിലാക്കുക, അതിന് ഓപ്പോസിറ്റ് മനസ്സിലാക്കും. പിന്നെ നമുക്കത് ടെൻഷനായിട്ട് മാറും. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് നമുക്കറിയണം. കമ്മ്യൂണിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് ഒരു ആക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡിയ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഉദാഹരണം, നിങ്ങളോട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്തിനാണ് പോകുന്നത്? വൈ ഷുഡ് ഐ ഗോ? അപ്പോൾ അവിടെ ഒരു റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. ഫെസിലിറ്റേറ്റ് പ്ലാനിങ്, ഇത് പ്ലാനിങ്ങിനെ സഹായിക്കുന്നു. പ്രോപ്പറായിട്ട് നമ്മളൊരു ഇൻഫർമേഷൻ ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതനുസരിച്ചിട്ട് അയാൾക്ക് മുന്നിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ പ്രോപ്പർ ഐഡിയ, കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്ന്, ഒരു ആക്ഷന്റെ ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ഇത് സഹായിക്കുന്നു. പരസ്പര സഹകരണം ഉറപ്പാക്കാൻ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഇവരെല്ലാവരും ഒരു മനസ്സുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഇവരിലേക്ക് ഏതെങ്കിലും ഒരു കാര്യം യുണീക്കായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ദെൻ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. പ്രോപ്പറായിട്ട് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയുമെങ്കിൽ നമുക്കതിനനുസരിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റും. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയില്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ തെറ്റാകാം. സോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡിയാസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് സോ ദാറ്റ് ദ കമ്പനി can make decision making very easy. Then aids in decision making and provides effective leadership. നല്ല ലീഡർഷിപ്പിന് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് നമ്മൾ നല്ലൊരു ലീഡർ ആയിരിക്കാം, അയാൾക്ക് മറ്റാൾക്കാരുമായിട്ട് നമ്മൾ പറയില്ല, ചില ആൾക്കാരെ കണ്ട എന്ത് റഫായാലും എന്തായാലും ഇത്ര മോശം ആള് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അയാൾ മോശക്കാരനായിട്ടല്ല, ഹി ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. സോ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നല്ലൊരു ലീഡറായിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ആ ഒരു ടീമിനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ മൊത്തം ടീമിന്റെ മൊറാലിറ്റി, അയാളുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു പ്രവർത്തനം ചെയ്യുന്നതിന്, പ്രവൃത്തി ചെയ്യാനുള്ള ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു പ്രോപ്പർ പ്ലാനിങ്ങിന് സഹായിക്കുന്നു, നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. അതുപോലെ നല്ല ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാരുടെ നമുക്ക് അനുകൂലമായിട്ട് വിശ്വാസം വളർത്തുന്നതിനും അതുവഴി നല്ല ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ, മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാം, ഒരാൾക്ക് ഒരു പ്രോപ്പർ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി അവർ തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആയിപ്പോൾ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കീ എലമെന്റ്സ് എന്താണ് കീ എലമെന്റ്സ്? ഫസ്റ്റ് എലമെന്റ് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വൈ യു ആർ ഓർ വാട്ട് യു ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്, എന്താ പർപ്പസ് ഷുഡ് ബി ദർ ഷുഡ് ബി എ പർപ്പസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയാറില്ലേ, നമ്മൾ ഒരു കാര്യമില്ലാണ്ട് വളവോ എന്ന് പറയാം, അതിനർത്ഥമില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയം, ഇഫ് ഐ എം ടോക്കിംഗ് ടു യു, ദർ ഷുഡ് ബി എ പർപ്പസ് ടു അക്കംപ്ലിഷ്. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്യാനോ, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ ദർ ഷുഡ് ബി എ പർപ്പസ്. ദെൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. വൈ ഐ എം സേയിങ് ദിസ്, അതിനൊരു കാരണം വേണ്ടേ? ഒരു എന്തിനാണ് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ അതാണ് ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ട്? വൈ ഐ എം സേയിങ് ദിസ്. നിങ്ങളോട് പറയാണ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യണം. വൈ? പാസ്റ്റ് ഡാറ്റാസ് നമുക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ബിസിനസ് ഇങ്ങനെയാണ് വളരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നതൊക്കെ ചെയ്തേ മതിയാകും. ഇവിടുന്ന് വളർന്നേ നമുക്ക് മതിയാകും, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും, നമ്മുടെ കമ്പനി ബാങ്ക്രപ്റ്റ് ആവുണ്ടോ. അപ്പോൾ ദർ ഷുഡ് ബി എ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ദർ ഷുഡ് ബി എൻ ഒബ്ജക്റ്റീവ്. ആ ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഒരു പർപ്പസോട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. വാട്ട് ടൈപ്പ് ഓഫ് ഗോൾസ് യു വാണ്ട് ടു അച്ചീവ്, എന്ത് ഗോളാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്. ദെൻ ടാർഗറ്റ് ഓഡിയൻസ്, ആരോടാണ് സംസാരിക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ, വളരെ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇത് സംസാരിക്കുന്നത് റോങ് ആയിട്ടുള്ള ഒരാളോടാണെങ്കിലും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. So you should know the right person to whom you are talking, the audience you should have. Then messaging. എന്താ മെസ്സേജിംഗ് എന്ന് പറഞ്ഞാൽ? മെസ്സേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെസ്സേജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്താ മെസ്സേജിംഗ് എന്ന് പറഞ്ഞാൽ? കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് നിങ്ങളുള്ള ഫോക്കസ് നഷ്ടപ്പെടും. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതിനെ വളരെ ചെറുതാക്കി ചുരുക്കി അവർക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ ദ മെസ്സേജ് വാട്ട് യു വാണ്ട് ടു ഗിവ്, അത് കൊടുത്തിരിക്കണം. റാദർ ദാൻ സേയിങ് ബിഗ് തിങ്സ് ആൻഡ് ലെങ്തി സെന്റൻസസ്, ലെങ്തി സ്പീച്ചസ്.
ലെങ്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഷോർട്ട് സ്പീച്ച് വിത്ത് പ്രോപ്പർ മെസ്സേജിങ് ഉണ്ടായിരിക്കണം. ദെൻ യു ഹാവ് എ പ്രോപ്പർ അപ്രോച്ച് ഫോർ ദാറ്റ്. എന്താണ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നോക്കൂ, നിങ്ങളോട് റഫായിട്ട് ഒരാൾ സംസാരിക്കുകയാണ്, എത്ര നല്ല കാര്യം അയാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ആ അപ്രോച്ചും വളരെ നന്നായിരിക്കണം. സോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകണമെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ദെൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി എ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദാറ്റ് ഡിസ്കഷൻ. ദെൻ ഷുഡ് ബി എ ടാർഗറ്റ് ഓഡിയൻസ്. ദെൻ ആർക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്? ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കണം. എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് അതും വ്യക്തമായിട്ട് നിങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. പ്രോപ്പർ മെസ്സേജിങ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അപ്രോച്ച് പ്രോപ്പർ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ജനറൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ? ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഉള്ളിലും പുറത്തും കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന് ദർ ആർ സോ മെനി ഇൻഫർമേഷൻ ദേ റിക്വയർ. ഫണ്ടിനെ കുറിച്ച്, മാർക്കറ്റിനെ കുറിച്ച്, പ്രൊഡക്ഷനെ കുറിച്ച്, റോ മെറ്റീരിയലിനെ കുറിച്ച്, മാൻ പവറിനെ കുറിച്ച്, ബിസിനസ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച്, കംപ്ലയൻസ് ആക്ടിവിറ്റികളെ കുറിച്ച്, ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ച്, ദർ ആർ സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ ദേ നീഡ് ടു കളക്ട്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്രോപ്പർ സമയത്ത് പ്രോപ്പർ ആൾക്കാർക്ക് ആവശ്യമായ ഡാറ്റകൾ അവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ എസെൻഷ്യൽസ് ഓഫ് ഫോർ കോർഡിനേഷൻ. എന്താണ് ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ആവശ്യം വരുന്നത്? ഒരു കമ്പനി പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ, അതിന് തീരുമാനങ്ങൾ എടുക്കാൻ, അതിന് ഗോൾസ് അച്ചീവ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ ഒരു പാസ്റ്റ് ടൈം ജോബ്. അത് വെറുതെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ എ കമ്പനി, ഇഫ് ദ കമ്പനി ഹാവ് ടു കോർഡിനേറ്റ് പ്രോപ്പർലി ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ്. പുറത്തുള്ള ആൾക്കാരുമായിട്ടും അകത്തുള്ള ആൾക്കാരുമായിട്ടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഈ പ്രോപ്പറായിട്ട് എന്ത് വേണം? ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോപ്പർ പർപ്പസ് ഉണ്ടായിരിക്കണം. കീ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? പ്രോപ്പർ പർപ്പസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, വൈ ഐ എം സേയിങ് ദിസ്, എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. ഒരു കാരണവും ഇല്ലാതെ ഒരാളെ ചീത്ത പറയാൻ പാടില്ല. ഒരു കാരണം ഉണ്ടെങ്കിലോ അന്നങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയും. ദെൻ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ദെൻ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കണം. ഒരു മെസ്സേജിങ്, വാട്ട് ടൈപ്പ് ഓഫ് മെസ്സേജ് യു വാണ്ട് ടു പാസ്, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടിടണം. ആൻഡ് ദ റൈറ്റ് അപ്രോച്ച് വുഡ് ബി ദർ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ചിലപ്പോൾ സ്നേഹത്തിൽ പറയേണ്ടി വരും, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ, ചിലപ്പോൾ അടി കൊടുക്കേണ്ടി വരും. ദർ ആർ സോ മെനി വേസ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. സോ യു ഷുഡ് ഹാവ് ആ ഒരു പ്രോപ്പർ അപ്രോച്ചും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലും പുറത്തും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ, മെസ്സേജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷന് അവരുടെ ഉള്ളിലത്തെ എംപ്ലോയീസുമായിട്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട്, അതും അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സുമായിട്ട്, ഗവൺമെന്റുമായിട്ട്, ടാക്സ് അതോറിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട്, അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നേക്കാം. കംപ്ലയൻസ് ആക്ടിവിറ്റികളെ കുറിച്ച്, പ്രൊഡക്ഷനെ കുറിച്ച്, മാർക്കറ്റിങ്ങിനെ കുറിച്ച്, സ്റ്റോക്കിനെ കുറിച്ച്, പ്രോഫിറ്റിനെ കുറിച്ച്, ഡിവിഡൻഡിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നേക്കാം. സോ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു കമ്പനിയുടെ ഉള്ളിൽ നടക്കേണ്ട കാര്യമല്ല. ഉള്ളിലും പുറത്തുമായിട്ട് കമ്പനിക്ക് നിരന്തരമായിട്ട് ആവശ്യം വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗോൾസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ആരൊക്കെ ഉണ്ടാവുക? സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഒരു കമ്പനിയിൽ കുറേ ബോസ്മാരുണ്ടായിരിക്കും. പല ലെവൽ, ഫസ്റ്റ് ലെവൽ മാനേജർ, സെക്കൻഡ് ലെവൽ മാനേജർ, തേർഡ് ലെവൽ മാനേജർ, ഫോർത്ത് ലെവൽ മാനേജർ, അല്ലെ. അപ്പോൾ ഈ മാനേജേഴ്സ് അവരുടെ ജോലിക്കാരുമായിട്ട്, അവർ താഴെയുള്ള സബോർഡിനേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. സബോർഡിനേറ്റ്സ് മുകളിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ ഒരു ഓർഗനൈസേഷൻ സൊസൈറ്റിയുമായിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് അടിപൊളിയാണ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ലേറ്റസ്റ്റ് ആണ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് സപ്പോർട്ട് കിട്ടും. So many ways an organization may try to communicate with the society also, and society also will try to communicate with the organization that we need this, we need this development, we need the additional service. So definitely this is a two-way process. Communication is two-way process. In the business, communication can be between superiors and subordinates, and society and the organization. When you look on the definition of business communication,
നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഈ ന്യൂമാൻ എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞത്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? സി എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഫാക്ട്സ് ആൻഡ് ഇമോഷൻസ് എന്നാണ്. അതായത് എന്താണ്, നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കും, ആ പർപ്പസിനെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദെൻ ഭോവി എന്ന് പറയുന്ന റൈറ്റർ പറഞ്ഞത്, എഫക്റ്റീവ് ഓൺലി വെൻ മെസ്സേജ് ഇസ് അണ്ടർസ്റ്റുഡ് ആൻഡ് ലീഡ്സ് ടു ആൻ ആക്ഷൻ. സോ നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കേൾക്കേണ്ട ആള് കറക്റ്റായിട്ട് കേൾക്കുകയും അതുവഴി അദ്ദേഹം റൈറ്റ് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് പെർഫെക്റ്റ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയെ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക. എങ്ങനെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്? എഫക്റ്റീവ് പാസിംഗ് ഓഫ് ഇൻഫർമേഷൻ. ആ കമ്പനിക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്ത് കൊടുത്ത് അവർ വിജയിക്കാൻ സഹായിക്കലാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഇൻഫർമേഷൻ ആരൊക്കെയായിട്ട് പാസ് ചെയ്യും? എംപ്ലോയീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അതുവഴിയാണ് ഒരു കമ്പനി സക്സസ്ഫുൾ ആകുന്നത്. വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്താ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ധാരാളം പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നല്ല സർവീസ് കൊടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരു കമ്പനി എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിൻ്റെ ലാഭസാധ്യത വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. കാരണം എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷനും അപ് ടു ഡേറ്റ് ആണ്. തെറ്റായ ഇൻഫർമേഷൻ ആരും കൊടുക്കാൻ സാധ്യതയില്ല. ആ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് അവർക്കോട് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു. നിങ്ങൾ എംപ്ലോയറുടെയും എംപ്ലോയിയുടെ ഇടയിൽ ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. പരസ്പരം സഹകരിക്കുന്ന ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ എറേഴ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാക്കുന്നു. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം, പ്രോപ്പറായിട്ട് അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടുന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ അവർക്ക് അവരുടെ ടാസ്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനും എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിനും എംപ്ലോയീസിനെ സഹായിക്കുന്നു. അതുവഴി എന്ത് നടക്കുന്നു? നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു, ടീം വർക്ക് വർദ്ധിപ്പിക്കുന്നു, ട്രസ്റ്റ്, എംപ്ലോയിയുടെ ട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നു, എറർ, മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയ്ക്കുന്നു. അതുപോലെ എംപ്ലോയീസിന് അവർ ടാസ്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സഹായിക്കുന്നു. അതുവഴി നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. പിന്നെ പ്രൊഡക്ടിവിറ്റി ആംഗിളിൽ നിന്നല്ലാതെ നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ ആംഗിളിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടാൻ ഇത് സഹായിക്കുന്നു. കാരണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിനും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മളൊപ്പം നിർത്തുന്നതിനും സഹായിക്കുന്നു. ദെൻ സ്ട്രോങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് PR ക്യാമ്പയിൻസ് ബിൽഡ് കോർപ്പറേറ്റ് ഇമേജ്. നല്ലൊരു കോർപ്പറേറ്റ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും കമ്പനിക്ക് അത് സഹായകമാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു, കസ്റ്റമേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, ബിസിനസ് പാർട്ണർഷിപ്പുകൾ വർദ്ധിപ്പിക്കുന്നു. ബിസിനസ് പാർട്ണർഷിപ്പ് പറഞ്ഞാൽ നമ്മൾ പല കമ്പനികളായിട്ട് ഒരു കോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ജോയിന്റ് വെഞ്ചർ, അസോസിയേറ്റ് കമ്പനി, സബ്സിഡറി കമ്പനി കൺസെപ്റ്റ് ഒക്കെ വരുന്നു. എങ്ങനെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താ ചെയ്യുന്നത്? സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ്. നമ്മുടെ ക്ലയൻസുമായിട്ട്, വെൻഡേഴ്സുമായിട്ട്, ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് ഒരു നല്ല ബന്ധം തുടങ്ങുന്നതിനും അത് കണ്ടിന്യൂ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ദെൻ എൻകറേജ് കൊളാബറേഷൻസ് ആൻഡ് സ്മൂത്തർ പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ്സ്. കൊളാബറേഷൻസും അതുപോലെ തന്നെ സ്മൂത്തർ പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ്സും ഉറപ്പുവരുത്തുന്നു. ക്രിയേറ്റ്സ് ഗുഡ് വിൽ ഫോർ ഈസി പാർട്ട്ണർഷിപ്പ് ആൻഡ് അതർ ഓർഗനൈസേഷൻ. മറ്റുള്ള ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്, വെൻഡേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് ബന്ധം വളർത്താൻ, പുതിയ കൊളാബറേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ മറ്റുള്ള ഓർഗനൈസേഷൻസുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ് ഇന്നോവേഷൻ. ശരിക്കും പറഞ്ഞാൽ നല്ല ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇന്നോവേഷൻസും ബിസിനസ്സും വളർത്താൻ സാധിക്കുന്നു. എങ്ങനെയാണ്? എംപ്ലോയീസിന് ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിനും സജഷൻ ഷെയർ ചെയ്യാനും അവർ മോട്ടിവേറ്റ് ചെയ്യുന്നു. ആ സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ലോഞ്ചുകളെ നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ സെയിൽസ് ഓപ്പറേഷൻസ് നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ റൈറ്റ് ടൈം ഡെലിവറി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതുവഴി മാർക്കറ്റിലെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. ദെൻ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. അതായത് ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഉള്ളിലും പുറത്തും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ബിസിനസ് ഗോളുകളെ നമുക്ക് അലൈൻ ചെയ്ത് അച്ചീവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിലയബിൾ ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസിഷൻ മേക്കിങ്ങിന് പ്രോപ്പർ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ മാനേജേഴ്സിനെ അവരെന്ത് സഹായിക്കുന്നു? പ്ലാൻസും സ്ട്രാറ്റജിയും ഉണ്ടാക്കാൻ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തിനൊക്കെയാണ് സഹായിക്കുക? പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു, കസ്റ്റമേഴ്സിന് എണ്ണം കൂട്ടാൻ സഹായിക്കുന്നു, പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ കമ്പനികളിൽ ഇന്നോവേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഇൻഫർമേഷൻ പരസ്പരം കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ പ്ലാൻസ് ആൻഡ് പോളിസീസ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു.
ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഇനിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, അത് ഞാനൊരു അടുത്ത വീഡിയോയിൽ പറയാം. കാരണം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പോകാൻ കുറച്ച് സമയം കൊണ്ട് അവസാനിപ്പിക്കുന്ന വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു വെരി മച്ച്. ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.